എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആത്മോപദേശ ശതകത്തിലെ 50-ാം പദ്യമാണ് നമ്മൾ ഇന്ന് ആരംഭത്തിൽ ചർച്ച ചെയ്യുന്നത്. 49-ാം പദ്യത്തിൽ ഗുരുദേവൻ ഏകമതം പ്രഖ്യാപിക്കുകയാണ്. സകലരും സകല ജീവികളും സദാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മസുഖം കണ്ടെത്താണ്. ഒരു ഉറുമ്പ് ഇഴയുന്നെങ്കിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ആത്മസുഖം കണ്ടെത്താൻ. സൂര്യചന്ദ്രന്മാർ സദാ എന്തിനു ചുറ്റിക്കറങ്ങുന്നു എന്ന് ചോദിച്ചാൽ ആത്മസുഖം കണ്ടെത്താൻ. ഇതാണ് ലോകത്ത് ഏകമതം. ഒരു ചാവേർപ്പടയാളി എന്തിന് മരിച്ചും മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ ആത്മസുഖം കണ്ടെത്താൻ. ഒരാൾ എന്തിന് ആത്മഹത്യ ചെയ്യുന്നു? സുഖം വേണം, അത് കിട്ടുന്നില്ല. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് പോലും സുഖത്തെ അന്വേഷിച്ചാണ്. പക്ഷേ ആത്മാവ് എന്താണ്, എവിടെയാണ് അതിനെ അന്വേഷിക്കേണ്ടത് എന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ട് പലർക്കും ആത്മസുഖം കിട്ടുന്നില്ല. ദുഃഖമാണ് അധികവും കിട്ടുന്നത്. ഇവിടെയാണ് എന്താണ് ആത്മാവ്? സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധ ബോധമാണ് ആത്മാവ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട് എന്നനുഭവപ്പെടുന്നത് ആ ആത്മാവ് തന്നെയാണ്. ശുദ്ധബോധം ശുദ്ധാനന്ദമാണ്. നമ്മളിന്ന് ആനന്ദം അനുഭവിക്കുന്നില്ലെങ്കിൽ ബോധം ആനന്ദമല്ലാത്തതുകൊണ്ടല്ല. ഒട്ടേറെ മറകൾ ആനന്ദാനുഭവത്തെ മറച്ചിരിക്കുന്നു. ഒരു വെളിച്ചം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ പല മറകളുമുണ്ടെങ്കിൽ ആ മറയ്ക്കിപ്പുറത്ത് അല്പം വെളിച്ചമൊക്കെ കിട്ടിയെന്ന് വരാം. പക്ഷേ ആ വെളിച്ചത്തിൻ്റെ യഥാർത്ഥ പ്രകാശം കിട്ടുകയേയില്ല. അതുകൊണ്ട് നമുക്കിന്ന് ആനന്ദം അനുഭവിക്കാൻ പറ്റാതെ വരുന്നത് അജ്ഞത കൊണ്ടുണ്ടായ ഭേദചിന്തയും രാഗദ്വേഷവും കൊണ്ട് മാത്രം. ഇതകന്നു കിട്ടുമോ? ഒരാൾ ഭേദചിന്ത അകറ്റുന്നു. ഗുരുദേവൻ പറഞ്ഞതുപോലെ സമ എന്ന ശക്തിയെ സമാശ്രയിച്ചുകൊണ്ട് കാണുന്ന എല്ലാ കാഴ്ചകളിലും ഇത് ബ്രഹ്മം. ആ അറിവിന്റെ സാമാന്യം ഇത് ബ്രഹ്മം എന്നുള്ളത് വിശേഷം. സമയെ ആശ്രയിക്കുന്ന ആൾക്ക് അറിവിന്റെ എല്ലാ വിശേഷവും ഒന്ന്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണല്ലോ. അന്യയെ ആശ്രയിക്കുന്നവർക്ക് വിശേഷം അനന്തം. ഇത് കുളം, ഇത് മേശ, ഇത് അമീബ, ഇത് സൂര്യൻ, ഇത് ചന്ദ്രൻ എന്നിങ്ങനെ അനവധി. നേരെ മറിച്ച് സമയെ ആശ്രയിക്കുന്നവർക്ക് ശാസ്ത്രീയമായി തത്വചിന്ത ഉറപ്പുവരുത്തി വസ്തു എന്താണെന്ന് മനസ്സിന് പിടികിട്ടി അങ്ങനെയുള്ള ഒരാൾ സമയെ ആശ്രയിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ അറിവുകളിലും വിശേഷം ഒന്ന് മാത്രം, അതാണ് ബ്രഹ്മം. ഇത് ബ്രഹ്മം, എന്ത് കണ്ടാലും ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഇത് ബോധം, ഇത് ബോധം എന്ന് എല്ലാറ്റിലും ഒരറിവ്. ആരീ സമയം ഉൾക്കൊള്ളുന്നുവോ അങ്ങനെയുള്ള ആൾക്ക് ക്രമേണ രാഗദ്വേഷങ്ങൾ അകലും. രാഗദ്വേഷങ്ങൾ അകലും തോറും അദ്ദേഹത്തിന്റെ മനസ്സ് ആത്മാനന്ദം ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. ആത്മാനന്ദം അതൊരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ മറ കൊണ്ട് അനുഭവപ്പെടുന്നില്ല. ഈ മറ മാറുന്തോറും മനസ്സിന്റെ ഓരോ ചലനവും ഈ ആത്മാനന്ദത്തിൽ അങ്ങനെ ലയിച്ച് ഒന്നാകുന്നതായി അനുഭവിക്കാൻ കഴിയും. അത് ഈ നിർവികൽപ്പ സമാധ്യവസ്ഥ അനുഭവിച്ചിട്ടുള്ള എല്ലാവരും കൃഷ്ണനുൾപ്പെടെ, ശ്രീകൃഷ്ണനുൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃഷ്ണൻ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ പറയുന്നു, യസ്യ സ്ഥിത ഭവേത് പ്രജ്ഞ. ആരുടെ അറിവാണോ സ്ഥിത, ഉറച്ചതായി ഭവിക്കുന്നു. എന്താ ഉറച്ച്?
എന്ത് കണ്ടാലും ബ്രഹ്മം. അവിടെ പിന്നെ സംശയമില്ല. ശാസ്ത്രീയമായി ചിന്ത ചെയ്തുറപ്പിച്ചതാണ്. അതുകൊണ്ട് എന്തും ബ്രഹ്മം എന്ന ബുദ്ധിയുടെ ഉറപ്പ് ആർക്കാണോ അത് സംഭവിച്ചിട്ടുള്ളത്, യസ്യ ആനന്ദോ നിരന്തര, അതോടുകൂടി അദ്ദേഹത്തിന് നിരന്തരം ഇടതടവില്ലാത്ത ആനന്ദം, പുറത്തൊന്നിനെയും ആശ്രയിക്കാതെ തന്റെ ഉള്ളിൽ തന്നെയുള്ള ആത്മാവിന്റെ സ്ഥിരമായ ആനന്ദം അദ്ദേഹം അനുഭവിക്കുന്നു. യസ്യ ആനന്ദോ നിരന്തര പ്രപഞ്ചോ വിസ്മൃതപ്രായ. മിക്കവാറും അദ്ദേഹത്തിന് പ്രപഞ്ചമില്ല, സൂര്യനും ചന്ദ്രനും ഒന്നുമില്ല. അവയൊക്കെ തന്നെ ഈ ആനന്ദമായി മാറുകയാണ്. ഉള്ളിൽ ആനന്ദം പെരുകുമ്പോൾ പുറത്തുള്ള ഇത്തരം ദൃശ്യങ്ങൾ ഇല്ലാതാവുന്നു. അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആചാര്യസ്വാമികൾ പറയുകയാണ്, വാചാ വക്തും അശക്യമേവ. ഞാനിന്ന് അനുഭവിക്കുന്ന ആ ആനന്ദസ്ഥിതി വാക്കുകൊണ്ട് പറയാൻ എളുപ്പമല്ല. വാചാ വക്തും അശക്യമേവ മനസാമന്തും നവാശക്യത്തെ. മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാൻ പറ്റുമോ? അതില്ല. മനസാമന്തും നവാശക്യത്തെ സ്വാനന്ദാമൃത പൂരിത പരബ്രഹ്മ അംബുധേർ വൈഭവം. ആത്മാനന്ദം നിറഞ്ഞ് കവിയുന്ന പരബ്രഹ്മ സമുദ്രത്തിന്റെ വൈഭവം, മഹാത്മ്യം വാക്കുകൊണ്ട് പറയാനോ മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാനോ സാധ്യമല്ല. അംഭോരാശി വിശീർണ വാർഷിക ശിലാഭാവം ഭജന്മേ മനോ. സമുദ്രത്തിലൊട്ടേറെ ആലിപ്പഴങ്ങൾ വീണ് കിടക്കുന്നു എന്ന് വെക്കുക. എന്തായിരിക്കും സ്ഥിതി? ആ ആലിപ്പഴം ഓരോന്നും സമുദ്രവുമായി അലിഞ്ഞ് ചേർന്ന് ഇല്ലാതാവുകയാണ്. അതുപോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. എന്റെ മനസ്സിന്റെ ഓരോ ചലനവും ഈ ആത്മാനന്ദ സമുദ്രത്തിൽ ലയിച്ച് ഇല്ലാതാവുന്നു. അംഭോരാശി വിശീർണ വാർഷിക ശിലാഭവം ഭജന്മേ മനോ യസ്യ അംശ അംശലവേ വിലീനം. ആ ആനന്ദത്തിന്റെ ഓരോ അംശത്തിലും ലയിച്ച് ഏകീഭവിച്ച് മറയുന്നു. വിലീനം അധുനാനന്ദാത്മന നിർവൃതം. അങ്ങനെ എന്റെ മനസ്സ് പൂർണ്ണാനന്ദസ്വരൂപമായി നിർവൃതി അടയുന്നു. എന്നിട്ട് ചോദിക്കുന്നു, പ്രപഞ്ചം എങ്ങോ പോയി മറഞ്ഞു? ഞാൻ അല്പം മുമ്പ് കണ്ടുകൊണ്ടിരുന്നതാണ് ഈ പ്രപഞ്ചം, പക്ഷെ ഇപ്പോൾ കാണുന്നില്ല. കോഗതം, എവിടെ പോയി ഈ പ്രപഞ്ചം? കേനവാ നീതം, ആര് കൊണ്ടുപോയി ഈ പ്രപഞ്ചം? കുഗതം കേനവാ നീതം കുത്രലീനമിതം ജഗത്, ഇതെവിടെ ലയിച്ചു? അധുനൈവം യാദൃഷ്ടം, ഞാൻ അല്പം മുമ്പ് ഇത് കണ്ടുകൊണ്ടിരുന്നതല്ലേ ഈ പ്രപഞ്ചത്തെ? അദ്ഭുതം, മഹദ് അദ്ഭുതം. ഇതിനേക്കാൾ എന്താണ് ഒരു അദ്ഭുതം? ഇതാണ് ഈ സർവം ബ്രഹ്മമയം, ബോധമയം എന്ന് അനുഭവിച്ച് ബ്രഹ്മാനന്ദത്തിൽ എത്തിച്ചേരുന്ന ഒരാളിന്റെ മാനസികാനുഭവം. ഒരുപക്ഷെ അദ്ദേഹം ഈ ഏകാന്ത സഹജ സമാധിയിൽ നിന്നും ഉണർന്ന് ലോകകാര്യങ്ങളിൽ ഏർപ്പെട്ടു നോക്കുക, സാരമില്ല. അപ്പോഴും അദ്ദേഹത്തിന് പ്രപഞ്ചമില്ല. ഇല്ല എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് രൂപം കാണുന്നില്ല എന്നാണോ അർത്ഥം? ഒന്നുമല്ല. ചെവി കൊണ്ട് ശബ്ദം കേൾക്കുന്നില്ലെന്നാണോ? അല്ല, ചെവി കേൾക്കുന്നു, കാണുന്നു. പക്ഷേ നമ്മുടെ എഴുത്തച്ഛൻ പറയുന്ന പോലെ യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, ഒക്കെ ആ ബ്രഹ്മത്തിന്റെ പ്രകടഭാവം. മരുഭൂമിയിൽ വെള്ളം ഇല്ല എന്ന് മരുഭൂമിയിൽ ചുറ്റും നടന്നു നോക്കി ബോധ്യപ്പെട്ട ഒരാൾ മരുഭൂമിയുടെ അറ്റത്ത് വന്ന് നിന്നാൽ അതുപോലാണ് ഈ സമാധി വിട്ടിട്ട് ലേശം ഒരു ശരീരബോധത്തിലേക്ക് വരികയാണ്.
അങ്ങനെ വരുന്നയാൾ ഈ മരുഭൂമിയെ നോക്കി നടന്ന് കണ്ടിട്ട് മരുഭൂമിയുടെ അറ്റത്ത് വന്ന് നിൽക്കുന്ന ഒരാളിനെ പോലെയാണ്. അങ്ങനെ മരുഭൂമിയുടെ അറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ വീണ്ടും വെള്ളമുണ്ടെന്ന് തോന്നും. പക്ഷെ എത്ര തോന്നിക്കോട്ടെ, അനുഭവം എന്താ? അവിടെ ഒരു തുള്ളി വെള്ളവും ഇല്ല. എങ്ങനെയാണ് അനുഭവം? ചുറ്റും നടന്ന് പൂർണ്ണമായും പരിശോധിച്ചതാണ്. അവിടെ ഒരു തുള്ളി വെള്ളവുമില്ല. കണ്ടോട്ടെ, കണ്ടു എന്ന് വിചാരിച്ച് ഉണ്ടെന്ന് അനുഭവിക്കണോ? അതുപോലാണ് വ്യക്തമായ ബ്രഹ്മാനന്ദം അനുഭവിച്ചുണർന്ന് സർവം ബോധം എന്നുറപ്പു വന്നു. വീണ്ടും മായാമയമായ ശരീരത്തിലേക്ക് അല്പം ലോകവ്യവഹാരവേളയിൽ ഇറങ്ങി വന്നോട്ടെ. കണ്ണുരൂപം കാണുന്നുണ്ട്, പക്ഷെ കാണുന്നത് ബ്രഹ്മം. മരുഭൂമിയിൽ എത്ര അലകൾ, വെള്ളത്തിന്റെ തിരകൾ കണ്ടാലും മരുഭൂമി. എന്താ സംശയം? ഇതാണൊരു ജീവൻ മുക്തന്റെ സർവം ബ്രഹ്മമയം എന്ന അനുഭവത്തിന്റെ രഹസ്യം. അദ്ദേഹം ലോകത്ത് സഞ്ചരിച്ചാലും ശരി, ഏകാന്തമായ സമാധിയിൽ പറ്റി നിന്നാലും ശരി, എന്ത് കർമ്മത്തിലേർപ്പെട്ടിരുന്നാലും ശരി, അദ്ദേഹത്തിന് പ്രപഞ്ചമില്ല. രൂപം കാണുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ കാണുന്നതൊക്കെ ബ്രഹ്മസ്വരൂപം, കേൾക്കുന്നതൊക്കെ ബ്രഹ്മം. ഇതാണ് ഗുരുദേവൻ. നമുക്കിതെങ്ങനെ കിട്ടും? നമുക്കിത് ശീലിക്കുക. ഈ സമയെ സമാശ്രയിച്ചുകൊണ്ട് ഓരോ കാഴ്ചയിലും വിശേഷം, അതായത് ഇത് കുടം എന്ന് രണ്ട് പദമാണല്ലോ. ഇത് എന്നുള്ളത് സാമാന്യം. അന്യയെ ആശ്രയിക്കുന്ന ഒരാൾക്ക് വിശേഷം, കുടം, മേശ, കസേര, അമീബ, സൂര്യൻ, ചന്ദ്രൻ, നിരവധി വിശേഷം. നേരെമറിച്ച് സമയെ ആശ്രയിക്കുന്ന ആൾക്ക് ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഒരേ ഒരു വിശേഷം. കൃഷ്ണൻ പറയുന്ന വ്യവസായാത്മിക ബുദ്ധി, തീരുമാനം വന്ന ബുദ്ധി, നല്ലവണ്ണം ശാസ്ത്രീയമായി വിചാരം ചെയ്ത് തീരുമാനിച്ചു. എന്താ ജഗത്ത്? ജഗത്ത് അഖണ്ഡ ബോധം. ബോധമില്ലേ ജഗത്തില്ല. അതുകൊണ്ട് ജഗത്ത് ബോധം. ഇത് ആവർത്തിച്ച് ശാസ്ത്രീയമായി വിചാരം ചെയ്തു. എത്രത്തോളം വിചാരം ചെയ്യുന്നു അത്രത്തോളം ഈ ശാസ്ത്രസത്യം ഉറയ്ക്കുന്നു. ഉറച്ചപ്പോ അദ്ദേഹം തീരുമാനിച്ചു, ഇനി ഞാനിവിടെ പലത് കണ്ടിട്ടെന്താ വിശേഷം? കാണുന്നിടത്തൊക്കെ ബുദ്ധി കൊണ്ട് ഇത് ബ്രഹ്മം, ബ്രഹ്മം. വ്യവഹാരത്തിൽ മറ്റുള്ളവർക്ക് അതൊരു പക്ഷേ ബോധ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഒരു സത്യം കാണാൻ ദൃഢനിശ്ചയം ചെയ്ത ഒരാൾ ഏത് വസ്തുവിലും ഏത് കാഴ്ചയിലും ബ്രഹ്മത്തെ തന്നെ കാണാൻ ബുദ്ധിയെ പഠിപ്പിക്കുന്നു. എത്രയെത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. മനസ്സെവിടെയൊക്കെ ചെന്ന് പറ്റുന്നോ അവിടെയൊക്കെ ബ്രഹ്മത്തെ. ശാസ്ത്രീയമായ സത്യം. ശാസ്ത്രീയമായി ഇത് തെളിഞ്ഞെങ്കിൽ പിന്നെ എന്തിന് മറ്റൊന്ന് കാണാൻ പോകുന്നു? വ്യവഹാരത്തിൽ കണ്ടുള്ളൂ നാടകം, വെറും വേഷം, അഭിനയം, നാമരൂപങ്ങൾ. വസ്തു ഒന്ന്, നാമരൂപങ്ങൾ. അഭിനയത്തിനായിക്കോളൂ, ഒരു വിരോധമില്ല. രാമൻപിള്ള രാവണ വേഷം കെട്ടിയാൽ രാവണനായി അഭിനയിക്കുന്നില്ലേ? പക്ഷെ രാമൻപിള്ളയ്ക്ക് വല്ല സംശയമുണ്ടോ താൻ രാവണൻ അല്ലെന്ന കാര്യത്തിൽ? താൻ രാമൻപിള്ളയാണെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും സംശയമില്ല. അതുപോലെ ഒരു സത്യാന്വേഷി, ദൃഢനിശ്ചയമുള്ള സത്യാന്വേഷി എല്ലാറ്റിലും ബ്രഹ്മത്തെ തന്നെ കാണാൻ ബുദ്ധിയെ പരിശീലിപ്പിക്കുന്നു. അത് സാധന. ഒരു ഘട്ടം വരുമ്പോൾ ബുദ്ധി ഈ ആനന്ദാനുഭവത്തിൽ ലയിച്ച് സർവത്ര ആനന്ദം അനുഭവിക്കുന്നു. അതാണ് ഒരു സ്ഥിതപ്രജ്ഞന്റെ ബ്രഹ്മാനന്ദാനുഭവം. ഈ അനുഭവമാണ് ഗുരുദേവൻ മനോഹരമായി 50-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. എല്ലാം ബോധമായി മാറുന്നു. എല്ലാം. നിലമൊടു നീരതുപോലെ കാറ്റു തീയും പഞ്ചഭൂതങ്ങളെല്ലാം. നിലമുടെ ഭൂമി,
നീര്, വെള്ളം, അതുപോലെ കാറ്റു, തീയും, വായു, തേജസ്, വെളിയും, ആകാശം. എന്തിന്? ഉള്ളിലുള്ള അഹംകൃതി, വിദ്യയും മനസ്സും. വിദ്യയുമില്ല, പിന്നെ മനസ്സുമില്ല, അഹങ്കാരവുമില്ല, ഒന്നുമില്ല. ഒക്കെ ബ്രഹ്മത്തിലെ വെറും പ്രതിഭാസങ്ങൾ, ഭ്രമദൃശ്യങ്ങൾ. നിലമുഴു, നീര്, അതുപോലെ വളരെ പച്ചമലയാളം, അതുപോലെ കാറ്റു, തീയും, വെള്ളിയും, അഹംകൃതി, വിദ്യയും മനസ്സും, എന്ന് വേണ്ട അലകളും ആഴിയും, തിരമാലകളും സമുദ്രവും. ഇത്രയും പറഞ്ഞിട്ട് നേരെ തിരമാലകളിലേക്കും സമുദ്രത്തിലേക്കും എന്തിനു കടന്നു? അയ്യോ, ആ അത്ഭുതകരമായ രൂപം സമുദ്രം. എന്താ ഈ സമുദ്രം? വെറും ബോധം. ബോധം. അലകളും ആഴിയും എന്നു വേണ്ട, എന്തിനധികം പറയുന്നു, എന്നു വേണ്ട എല്ലാ ഉലകവും, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട എല്ലാ ഉലകവും ഉയർന്നെന്ന് വെച്ചാൽ ആ ആനന്ദ സമുദ്രത്തിൽ ലയിച്ച് അറിവായി മാറിടുന്നു. വളരെ പച്ച മലയാള ഭാഷയിൽ അറിവെന്ന് പറഞ്ഞാൽ ബോധം, ബ്രഹ്മം, അഖണ്ഡബോധം ബ്രഹ്മമായി മാറുന്നു. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കേട്ടാൽ വിശ്വാസം തോന്നില്ല. ശ്രമിച്ചു നോക്കുക. കുറേശ്ശെ നമ്മുടെ മനസ്സ് രാഗദ്വേഷങ്ങൾ പോയി നമ്മിൽ ഒരാനന്ദം മറമാറി നിറയുകയാണ്. മറമാറി നിറയുന്നു. ആനന്ദം പുതുതായിട്ടുണ്ടാക്കുകയൊന്നുമല്ല. എല്ലാവരും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ആനന്ദമാണ്. എന്തിന്? നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ മറ്റും മനസ്സ് പൂർണ്ണമായും ആ ആനന്ദത്തിൽ ലയിച്ചൊന്നും അറിയാതെ കഴിയുന്നു. ലൗകിക തലത്തിൽ പോലും ഇത് ആത്മാനന്ദമാണ്. പാട്ടിന്റെ സഹായത്തോടുകൂടി തൽക്കാലം രാഗദ്വേഷങ്ങളൊക്കെ കുറച്ചു നേരത്തേക്കൊന്ന് മാറ്റിവെച്ചിട്ട് ആത്മാനന്ദം അനുഭവിക്കുന്നതാണ് ഏതാനന്ദവും. ലൗകികമായി നമ്മൾ അനുഭവിക്കുന്ന ഏതാനന്ദവും കൃത്രിമമായ ഒരു ഉപായത്തെ ആശ്രയിച്ച് ഈ ആത്മാനന്ദം തന്നെ അനുഭവിക്കണം. അതാണ് ഗുരുദേവൻ 49-ാം ശ്ലോകത്തിൽ പറഞ്ഞത്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങ് സദാ ചെയ്തിടുന്നു സൂര്യചന്ദ്രന്മാർ പോലും. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പുറമേ നോക്കിയാൽ എന്തിനാണ് ഈ സൂര്യൻ ചുറ്റിത്തിരിയുന്നത്? സൗരയൂഥങ്ങൾ മുഴുവൻ അതിവേഗത്തിൽ എങ്ങോ പാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രജ്ഞൻ പറയുന്നത്. എന്തിനു പായുന്നു? വാസ്തവത്തിൽ ഒരൊറ്റ ചോദ്യമേ ആണ് അതിനുത്തരം: ആത്മസുഖം കണ്ടെത്താൻ. അല്ലാതെ സൂര്യനിപ്പോ എന്താ, വേറെ എന്താ ആവശ്യം? ആത്മസുഖം കണ്ടെത്താനാണ്. അതിങ്ങനെ പാഞ്ഞ് ഒരു ഘട്ടത്തിൽ അങ്ങില്ലാതാവും. നമ്മളൊക്കെ അങ്ങനെ തന്നെ എന്തിനോ വേണ്ടി പായുന്നു, അറിയുന്നില്ല ആത്മസുഖത്തിനു വേണ്ടിയാണ് പായുന്നതെന്ന്. ആത്മാവിനെ കിട്ടാതെ ഒടുവിൽ സ്വയം ഇല്ലാതാവുന്നു. ഒരു തൃപ്തിയുമില്ലാതെ പൂർണ്ണ അസംതൃപ്തിയോടുകൂടി ഇല്ലാതാവുന്നു. ആ പാച്ചിൽ നടക്കട്ടെ. അതിനിടയ്ക്ക് ഈ സത്യം കൂടെ ഗ്രഹിച്ച് ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയാൽ നിലമുടു നീരതുപോലെ കാറ്റു, തീയും, വെളിയും, അഹങ്കൃതി, വിദ്യയും, മനസ്സും, അലകളും ആഴിയും എന്നുവേണ്ട എല്ലാ ഉലകും, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ഉലകം അറിവായി മാറിയിടുന്നു. എന്ത് ലളിതമായി എന്ന് പറഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോ ഇത് ഒക്കെ ബോധം. ഇവിടെ ബോധമല്ലാതെ അണുപോലും മറ്റൊന്നുമില്ല. 1000 ആഭരണങ്ങൾ നിരന്നിരുന്നാലും ആഭരണ നാമരൂപങ്ങളിൽ സ്വർണമല്ലാതെ
അണുപോലും മറ്റൊരു പുതിയ വസ്തുവില്ല. അതാണ് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ ശാസ്ത്രീയമായി മനസ്സുകൊണ്ട് ഇത് വിചാരം ചെയ്തുറപ്പിക്കണം. നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ ലേശം പോലും പലതില്ല. ഈ ശാസ്ത്രീയ സത്യം ഗ്രഹിക്കാതെ നമ്മളിനി എവിടെയൊക്കെ ഓടി നടന്നാലും എന്തെല്ലാം കഠിന പ്രയത്നങ്ങൾ ചെയ്താലും അതൊക്കെ നടക്കട്ടെ, നിവർത്തിയില്ല, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇതുകൂടെ കൂട്ടിച്ചേർത്ത് മനസ്സിനെ ഏകത്വം പഠിപ്പിച്ചില്ലെങ്കിൽ മറ്റെന്ത് ചെയ്താലും ജീവിതത്തിൽ കാര്യമായ ഒരു ശാന്തിയും സുഖവും അനുഭവിക്കാൻ പോകുന്നില്ല. അത് ശരി. അപ്പോ ഈ ഞാനാണല്ലോ ഗുരുദേവ ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ ജീവാത്മാവാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഈ ജീവാത്മാവ് ഇത് എവിടുന്ന് വന്നു? അതിനുത്തരമാണ് 51-ാം പദ്യം. അറിവിലിരുന്ന് ഒരഹന്ത ആദ്യമുണ്ടായി വരും, ഇതുപോൽ ഇതിനോടൊരിതന്ത വാമയായും. മായാശക്തി, ബ്രഹ്മത്തിന്റെ മായാശക്തി ബ്രഹ്മത്തെ വിഭജിക്കുകയാണ്. എന്താ? ആദ്യം ഞാൻ എന്ന ജീവാത്മാവ് ഉണ്ടെന്ന് തോന്നിക്കുന്നു. അതോടൊപ്പം തന്നെ ജഡദൃശ്യങ്ങളും ഉണ്ടെന്ന് തോന്നിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ, മായ എന്തിനുണ്ടായി, എന്തിനീ ജീവന്റെ തോന്നലുളവാക്കി? അനിർവചനീയ. മായയെ നിർവചിക്കാനേ സാധ്യമല്ല. ഇതാ ശക്തിയുടെ ജോലിയാണ്. അന്തിമമായി അവിടെ ശക്തിയുമില്ല, ജ്ഞാനുമില്ല, പ്രപഞ്ച ദൃശ്യങ്ങളും ഇല്ല. മരുഭൂമി എന്തിനീ വെള്ളത്തിന്റെ തോന്നലുളവാക്കി? മരുഭൂമി അതൊന്നും ചെയ്തിട്ടില്ല. മരുഭൂമി ഒരു തുള്ളി വെള്ളത്തിന്റെ തോന്നൽ പോലും ഉളവാക്കിയിട്ടില്ല. ഇപ്പുറത്തു നിന്ന് ഭ്രമിക്കുന്ന ആളിന് അവിടെ വെള്ളം തോന്നുന്നു. അതിനിപ്പം മരുഭൂമി എന്തോ ചെയ്യാൻ? ഇപ്പുറത്തു നിന്ന് ഭ്രമിക്കുന്ന ആളാണ് ഈ ജീവൻ. പക്ഷെ ജീവൻ അവിടെ ഉണ്ടായില്ലേ? ഉണ്ടായി. വെള്ളം ഉണ്ടായില്ലേ? ഉണ്ടായി. ഉണ്ടെന്ന് തോന്നി. എവിടെ ഉണ്ടായി? ആരും ഉണ്ടായില്ല. വെള്ളം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഈ ജഗത്തുണ്ടായിട്ടേ ഇല്ല. പിന്നെ ഉണ്ടായി എന്ന് തോന്നുന്നു. ഇരുട്ട് ഒരിടത്തുണ്ടായിട്ടേ ഇല്ല. ഇരുട്ടെന്നൊരു വസ്തുവില്ല. ഇപ്പൊ രാത്രിയാവുമ്പോ ഇരുട്ട് വരുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ട് വരുന്നു. സൂര്യൻ എന്തിന് ഇരുട്ട് വരുത്തി? സൂര്യൻ ഒരിടത്തും ഇരുട്ടൊന്നും വരുത്തിയിട്ടില്ല. സൂര്യൻ നിൽക്കുന്നിടത്തൊന്നും ഇരുട്ടില്ല. സൂര്യൻ അസ്തമിച്ചപ്പോ മറ്റുള്ളവർക്ക് ഇരുട്ടുണ്ടെന്ന് തോന്നി. ആ ഇരുട്ടിനകത്തകപ്പെട്ടു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് എവിടുന്നാണ് ഈ ഇരുട്ട് വന്നത്? ഒരാൾ അന്വേഷിക്കുകയാണ് വളരെ ഗാഢമായി. ഇരുട്ടിനകത്ത് നിന്നുകൊണ്ട് എവിടുന്ന് ഇരുട്ട് വന്നു? ഞാൻ കണ്ടുപിടിച്ചേ അടങ്ങൂ. ഇരുട്ടത്തിൽ നിന്ന് തീരുമാനിക്കുകയാണ്. ഒരിക്കലും സാധ്യമല്ല. എന്താ? ഇരുട്ട് വന്നിട്ടില്ല. ഇരുട്ടിനൊരു ഉത്പത്തി സ്ഥാനമില്ല. ഇരുട്ട് വസ്തുവല്ല. സൂര്യൻ പ്രകാശം മറഞ്ഞപ്പോ ഇരുട്ടുണ്ടെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. ഇതിനെന്താ പരിഹാരം? പ്രകാശം മറഞ്ഞപ്പോഴല്ലേ ഇരുട്ടുണ്ടെന്ന് തോന്നിയത്? പ്രകാശം കൊണ്ടുവരൂ, ഇരുട്ട് മാറിത്തരും. പിന്നെ ഇരുട്ടിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല. അതുപോലെ പൂർണ്ണ ബോധ അനുഭവം അല്പം മങ്ങി, മറഞ്ഞു. അതിനൊരു മറ വന്നു. അവിടെയുമൊക്കെ അതെന്തിനു മങ്ങി? അതൊന്നും ചോദിക്കരുത്. അനുഭവം തൽക്കാലം മങ്ങിയിരിക്കുകയാണെന്ന് അനുഭവിക്കുകയല്ലേ. തൽക്കാലം ഇരുട്ടുണ്ടെന്ന് നിങ്ങൾ അനുഭവിക്കുന്നല്ലോ. നിങ്ങൾ പ്രകാശം കൊണ്ടുവരൂ. അതുപോലെ പൂർണ്ണമായ വസ്തു എന്തിനു മങ്ങി? അത് ഇവിടെ നിന്ന് ചോദിച്ചാൽ ഒരിക്കലും പിടിയിട്ടില്ല. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളമില്ല. മരുഭൂമിയെ അറിയാത്ത 2-3 പേർ മരുഭൂമിയുടെ അറ്റത്ത് നിന്ന് ഇവിടെ എന്തിനീ വെള്ളം വന്നു? എത്ര അന്വേഷിച്ചാലും കിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ ഉള്ളിലോട്ട് ചിറങ്ങിച്ചെന്ന്
മരുഭൂമിയെ പരിശോധിക്കൂ. നിങ്ങളിലല്ലേ, അവനവനിൽ തന്നെ അല്ലേ ഈ അല്പബുദ്ധിയും നാനാത്വഭ്രമവും? പുറത്തുനിന്ന് ഇതെവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ എവിടെ കിട്ടാൻ? ഉള്ളിലോട്ടിറങ്ങിച്ചെന്ന് എന്നിലുണ്ടോ ഈ ഭ്രമം എന്ന് ധൈര്യമായി അന്വേഷിക്കൂ. ഉള്ളിലോട്ടിറങ്ങി ചെല്ലാൻ എന്താ മാർഗം? അതിനാണല്ലോ വ്യക്തമായി പറഞ്ഞത്. ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ, കണ്ടെത്തിയ ആളുകൾ പറഞ്ഞു തന്നിരിക്കുന്നു. മരുഭൂമിയെ പരിശോധിച്ച ആളുകൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതിടൂ അവിടെ വെള്ളമില്ല, അകത്തോട്ട് കയറി നോക്കൂ. എനിക്കതിന് ധൈര്യമില്ല. ധൈര്യമില്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് വെള്ളം കണ്ടോളൂ, വേറെ എന്താ മാർഗം?